DCB മീഡിയയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട 4 ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBI വായ്പാ പലിശ നിരക്കിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അടിസ്ഥാന നിരക്കിൽ 5 മുതൽ 10 ബേസിസ് പോയിന്റ് വരെയാണ് വർധന. ഇതോടെ ഭവന, വാഹന, വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് ഉയരും. EMI തുകകൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ EMIയുടെ എണ്ണം കൂടുകയോ ചെയ്യും. ഇന്നു മുതൽ പുതിയ നിരക്ക് ബാധകമായതായി SBI അറിയിച്ചു. വർധനയോടെ മാർജിനൽ കോസ്റ്റ് ഓഫ് ലെൻഡിംഗ് റേറ്റ് അഥവാ MCLR 8 മുതൽ 8.85% വരെയായി. SBI നിരക്ക് ഉയർത്തിയതോടെ മറ്റു ബാങ്കുകളും നിരക്കിൽ ഉടൻ മാറ്റം വരുത്തുമെന്നാണ് സൂചനകൾ വരുന്നത്. രണ്ടാമത്തെ അറിയിപ്പ്, പ്രധാനമന്ത്രി ജനുവരി 2-ന് കേരളത്തിലെത്തും. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന സ്ത്രീശക്തി സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായാണ് പ്രധാനമന്ത്രി മോദി എത്തുന്നത്. അങ്കണവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, വനിതാ സംരംഭകർ, സാമൂഹിക പ്രവർത്തകർ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട 2 ലക്ഷം സ്ത്രീകളെ പങ്കെടുപ്പിക്കുമെന്നും വനിതാ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിക്കുകയാണ് സമ്മേളനത്തിന്റെ പ്രധാന അജണ്ടയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാധ്യമങ്ങളെ അറിയിച്ചു. മൂന്നാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള 4 മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയായിരിക്കുന്നത്. ഇതിൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഉടനെ വിതരണം ആരംഭിക്കും. പെൻഷൻ വിതരണത്തിനായി ഫണ്ട് കണ്ടെത്താനാവാതെ കുഴങ്ങിയിരുന്ന സംസ്ഥാന സർക്കാരിന് കടമെടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അനുകൂല തീരുമാനമാണ് വലിയൊരു ആശ്വാസമായത്. അടുത്ത മാർച്ച് വരെ 5000 കോടി രൂപ പുതിയ കേന്ദ്ര നിലപാടിലൂടെ സംസ്ഥാനത്തിന് കടമെടുക്കും കഴിയും. കിഫ്ബിയും പെൻഷൻ കമ്പനിയും മുൻവർഷത്തിലെടുത്ത വായ്പയുടെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ വർഷം 3140 കോടി രൂപ വെട്ടിക്കുറച്ച നടപടി കേന്ദ്ര സർക്കാർ 1 വർഷത്തേക്ക് നീട്ടിവെക്കുകയാണെന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നേരിട്ടും കത്തിലൂടെയും പലതവണ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ പുതിയ തീരുമാനം എത്തിയത്. വെട്ടിക്കുറച്ച ഈ 3140 കോടി ഉൾപ്പെടെയാണ് സംസ്ഥാന സർക്കാരിന് ഈ സാമ്പത്തിക വർഷം 5000 കോടി കടമെടുക്കാവുന്നത്. ഇതിൽ 2000 കോടി ഡിസംബർ 19-ന് കടമെടുക്കുവാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുവാൻ 1800 കോടിയോളമാണ് ചിലവ് വരിക. സപ്ലൈകോ അടക്കമുള്ള മറ്റു വകുപ്പുകളും ഫണ്ടിനായി സർക്കാരിന് മുൻപിൽ വന്നാൽ 2 മാസത്തെ പെൻഷനു പകരം 1 മാസത്തെ പെൻഷൻ വിതരണം നടത്തുവാനും സാധ്യതയുണ്ട്. പെൻഷൻ വിതരണം ഡിസംബർ 19-ന് തന്നെ ആരംഭിച്ചേക്കും. ക്രിസ്മസിന് മുൻപായി 23-ാം തീയതിക്ക് മുൻപ് തന്നെ പരമാവധി വിതരണം നടത്തുവാനും സർക്കാർ ഭാഗത്തു നിന്നും ശ്രമമുണ്ടാകും. നാലാമത്തെ അറിയിപ്പ്, സർക്കാർ സർവീസിലേക്ക് LD ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് പോസ്റ്റ് അടക്കം 46 കാറ്റഗറികളിൽ PSC വിജ്ഞാപനം വന്നിരിക്കുകയാണ്. 2 ഘട്ടമുള്ള പരീക്ഷ മാറ്റി ഒറ്റ പരീക്ഷയാണ് ഉണ്ടാവുക. വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്, കൃഷി വകുപ്പിൽ അഗ്രികൾച്ചറൽ സർവന്റ് തസ്തികകളടക്കം 46 കാറ്റഗറികളിലേക്ക് PSC വിജ്ഞാപനം ഇറക്കി. ജനുവരി 17 വരെ അപേക്ഷിക്കാം. LDCയും ലാസ്റ്റ് ഗ്രേഡും ഉൾപ്പെട്ട പരീക്ഷകൾ കഴിഞ്ഞ തവണ 2 ഘട്ടമായാണ് നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ഈ രീതി ഉപേക്ഷിച്ചു. ഒറ്റ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് തസ്തികയിലെ 7ാം ക്ലാസ് വിജയികൾക്ക് അപേക്ഷിക്കാം. ബിരുദധാരികൾ അപേക്ഷിക്കുവാൻ പാടില്ല. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2 തസ്തികകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 5 വർഷവും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. കഴിഞ്ഞ ദിവസമാണ് വിവിധ വകുപ്പുകളിൽ LD ക്ലർക്ക് തസ്തിക ഉൾപ്പെടെ 26 തസ്തികയിൽ PSC വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 9 തസ്തികയിൽ നേരിട്ടാണ് നിയമനം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജനുവരി 3-ാം തീയതി വരെയാണ്.